ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് പ്രേക്ഷകരുടെ ലവ് ലൈഫ്, പെർട്ടിക്കുലർലി ലവ് പാർട്ട്ണർ തരുന്ന പ്രോമിസ് എന്താണ്. ഓക്കെ, ലവ് പാർട്ട്ണർ പ്രോമിസ്, ലവ് പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, നിങ്ങളുടെ വൈഫ് ആകാം, നിങ്ങളുടെ കറണ്ട് ബോയ് ഫ്രണ്ട്, കറണ്ട് ഗേൾ ഫ്രണ്ട് ഓർ സമ്മൺ ന്യൂ. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ ആൻഡ് പുതിയ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആളെന്താണ് പറയുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആകില്ല. സോ റെസനേറ്റ് ആകുന്ന മെസ്സേജസ് മാത്രം എടുക്കുക. ഓക്കെ, റെസ്റ്റ് യു ലീവ് ഫോർ ദി അതർ പീപ്പിൾ. 2 ഗ്രൂപ്പ്സ് ആണുള്ളത്. സോ ലെറ്റ് സി ഏതൊക്കെ ഗ്രൂപ്പാണ്. ഓക്കെ, സോ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 ആണ് ഞങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഗ്രൂപ്പ് 1 കിട്ടിയത് ട്വിൻ ഫ്ലെയിം. ട്രസ്റ്റ് ദ മാഗ്നറ്റിക് പുൾ ഓഫ് യുവർ ട്വിൻ ഫ്ലെയിം, ഇറ്റ് വിൽ ഗൈഡ് യു ടുവേർഡ്സ് ദെം. ഓക്കെ, സോ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് ഗ്രൂപ്പ് 1. ആൻഡ് ഗ്രൂപ്പ് 2, charisma. Love flows to you, you radiate charisma and charm. Okay, so charisma അല്ലെങ്കിൽ ചരിഷ്മ എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കാർഡാണ് ഗ്രൂപ്പ് 2. സോ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. ഓക്കെ, പ്രേക്ഷകർക്ക് ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. കൈൻഡ്ലി ഒരു ഗ്രൂപ്പ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ബിക്കോസ് സ്പെസിഫിക് മെസ്സേജസ് ആയിരിക്കും പ്രേക്ഷകർക്ക് വരുന്നത്. ടൈം സ്റ്റാമ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക ആൻഡ് ക്ലെയിം ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. ഹലോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് ട്വിൻ ഫ്ലെയിം എന്ന കാർഡാണ്. ആൻഡ് ട്വിൻ ഫ്ലെയിം കാർഡിൽ വന്നിരിക്കുന്നത് പ്രേക്ഷകരുടെ ട്വിൻ ഫ്ലെയിം എങ്ങനെയാണോ നിങ്ങൾ ആ ഒരു മാഗ്നറ്റിക് പുൾ കൊടുക്കുന്നത്, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതേ എനർജിയോടാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ അടുത്ത് വരാൻ പോകുന്നത്. ഓക്കെ, അതാണ് ഗൈഡൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ എനർജി എങ്ങനെയാണ്? ഇസ് ഇറ്റ് നൈസ്? ഇസ് ഇറ്റ് പോസിറ്റീവ്? അതോ വിഷമങ്ങളാണ് നിങ്ങൾ ഓർക്കുന്നത്? ഓക്കെ, വിഷമങ്ങളാണ് നിങ്ങളുടെ മൈൻഡിൽ ഇരിക്കുന്നത് ആൻഡ് അതിലാണ് നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ കോൾ ചെയ്യുന്നത്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ട്വിൻ ഫ്ലെയിം എനർജി നിങ്ങളുടെ എനർജിയുമായിട്ട് മിറർ എനർജിയാണ്. നിങ്ങൾ എന്ത് എനർജി കൊടുക്കുന്നോ അതേ എനർജിയിലാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം വരുന്നത്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രേക്ഷകരുടെ ലവ് പാർട്ട്ണർ എന്ത് പ്രോമിസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. സോ മൈറ്റ് ബി ട്വിൻ ഫ്ലെയിം, മേ നോട്ട് ബി ട്വിൻ ഫ്ലെയിം. എല്ലാവരും ട്വിൻ ഫ്ലെയിംസ് അല്ല ഈ ഗ്രൂപ്പിൽ. ഓക്കെ, ബട്ട് നിങ്ങൾ ചൂസ് ചെയ്തത് ട്വിൻ ഫ്ലെയിം കാർഡാണ്. സോ ദാറ്റ് മീൻസ് ട്വിൻ ഫ്ലെയിമിലുള്ള എനർജി തന്നെയാണ് ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത പ്രേക്ഷകർക്ക് ഉള്ളത്. സോ എന്ത് പ്രോമിസാണ് പ്രേക്ഷകരുടെ ലവ് പേഴ്സൺ നൽകുന്നത്? ലെറ്റ്സ് സീ. ലവ് പ്രോമിസ് ബൈ യുവർ ലവ്ഡ് വൺ. ലവ് പ്രോമിസ്. 8 of Cups, 2 of Wands, 10 of Wands, 3 of Wands, 9 of Swords, 6 of Swords. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് തന്നെയാണ്. ഓക്കെ, സോ മെസ്സേജസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. ഓക്കെ, സോ ഡിയർ ട്വിൻ ഫ്ലെയിംസ് ആൻഡ് ട്വിൻ ഫ്ലെയിം എനർജി എക്സിബിറ്റ് ചെയ്യുന്ന പ്രേക്ഷകർ, നിങ്ങളുടെ ലവ് പ്രോമിസ്, നിങ്ങളുടെ ലവ് പാർട്ട്ണർ തരുന്ന പ്രോമിസ് ഇതാണ്. ദാറ്റ് ലൈഫിൽ വരുന്ന എത്ര ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, ഓക്കെ, എത്ര വിഷമങ്ങൾ നിങ്ങൾ നേരിട്ടോട്ടെ, ഓക്കെ, നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ ആളുടെ പ്രോമിസാണ് ദാറ്റ് നിങ്ങൾ സ്പിരിച്വലി ഏറെ വലുതാകുന്നതാണ്. ഓക്കെ, സ്പിരിച്വലി നിങ്ങൾ വളരെയധികം
ഉയർച്ചയിലെത്തുന്നതാണ്. ആ ലവ് പ്രോമിസ് ആണ് നിങ്ങളുടെ ലവ് പാർട്ട്ണർ നൽകുന്നത്. ഓക്കെ, വിച്ച് ഈസ് ആക്ച്വലി ഗുഡ്. ഓക്കെ, എന്തുകൊണ്ട്? ബിക്കോസ് ഇപ്പോഴത്തെ ഈ കാലത്ത് നമ്മുടെ ആകെയുള്ള എയിം എന്ന് പറയുന്നത് സ്പിരിച്വൽ ഡെവലപ്മെൻ്റ് ആണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സ്പിരിച്വലിയാണ് ഗവൺ ചെയ്യാൻ പോകുന്നത്. ഓരോ ഹാർട്ട് ബ്രേക്കും ഓരോ തകർച്ചയും നമ്മളെ സ്പിരിച്വലിയാണ് വലുതാക്കുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ലവ് പ്രോമിസ് എന്ന് പറയുന്നത് തന്നെ സ്റ്റാർട്ടിങ് സ്പിരിച്വൽ ഡെവലപ്മെൻ്റ് ആണ് വന്നത്. ഓക്കെ, സോ നിങ്ങളെ നേരെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. ഓക്കെ, ആൻഡ് ഈ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിൽ നിങ്ങളുടെ ഉയർച്ച, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് 100% ഉറപ്പാണ്. ഓക്കെ, യെസ്, നിങ്ങൾ ഏറെ ഭാരം, ഏറെ ബുദ്ധിമുട്ടുകൾ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരാം. ഓക്കെ, ദാറ്റ് ഈസ് ദെയർ. പക്ഷേ നിങ്ങളുടെ ലവ് പ്രോമിസ് ചെയ്യുന്നത് ഇതാണ്, ദാറ്റ് എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കോട്ടെ, യു വിൽ ലാൻഡ് സേഫ്. ഓക്കെ, നിങ്ങൾ സേഫ് സോണിൽ ലാൻഡ് ചെയ്യുന്നതാണ്, സുരക്ഷിതമായ ഏരിയയിൽ ലാൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ടെൻഷൻ, സ്ട്രെസ്, ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും കാർഡ്സിൽ ഒറ്റപ്പെടലിൻ്റെ കാർഡ്സ് മാത്രമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ലവ് ജേർണിയിൽ ഒറ്റയ്ക്കായിരിക്കും. പക്ഷേ നിങ്ങളുടെ ലവ് പ്രോമിസ് ചെയ്യുന്നത് ഇതാണ്, ദാറ്റ് എത്ര ഒറ്റയ്ക്കാണെങ്കിലും ആ ഒരു സപ്പോർട്ട്, സ്പിരിച്വൽ സപ്പോർട്ട് നിങ്ങളുടെ ലവ് പേഴ്സണിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതാണ് സ്പിരിച്വലി. ഓക്കെ, സോ മൈറ്റ് ബി നിങ്ങളുടെ സ്പിരിച്വൽ പേഴ്സൺ, നിങ്ങളുടെ ലവ് പാർട്ട്ണർ സ്പിരിച്വലി വളരെ വലുതായിരിക്കും. ആൻഡ് സ്പിരിച്വലി നിങ്ങൾക്ക് വേണ്ടിയേറെ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയേറെ സപ്പോർട്ട് ചോദിക്കുന്ന ഒരാളും കൂടി ആയിരിക്കും. ഓക്കെ, ഈവൻ ദോ പേഴ്സണലി സപ്പോർട്ട് ചെയ്യാൻ ആൾ കൂടെ ഉണ്ടാകണം എന്നതില്ല. ഓക്കെ, 6 of Swords ആണ്. എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളിൽ പോയാലും നിങ്ങൾ എപ്പോഴും സേഫ് ആയിരിക്കും. ആൻഡ് നിങ്ങളുടെ ജേർണി എപ്പോഴും ശരിയായ രീതിയിൽ തന്നെ വന്നു ചേരുന്നതാണ്. ഓക്കെ, സോ ഈ ട്വിൻ ഫ്ലെയിം കണക്ഷനിൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നതിൻ്റെ അത്രയും തന്നെ അവരും നേരിടുന്നതാണ് എന്നതും അവർ പറയുന്നുണ്ട്. സോ ബേസിക്കലി ഈ ട്വിൻ ഫ്ലെയിം കാർഡ് പറയുന്നത് എന്താണ്, ദാറ്റ് ലവിങ് എനർജി ഏറെ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ലവ് പേഴ്സണിൽ നിന്ന് ലവിങ് എനർജി ഏറെ ഉണ്ട്. പക്ഷേ നിങ്ങൾ നേരിടുന്ന അതേ തുല്യമായ ബുദ്ധിമുട്ടുകൾ ആ ആളും നേരിടുന്നതാണ്. നിങ്ങൾ എങ്ങനെയാണോ ജീവിതത്തിൽ ഉയരുന്നത് അതേ രീതിയിൽ ആ ആളും ഉയരുന്നതാണ്. സോ ഒരു റോപ്പിൻ്റെ 2 അറ്റത്താണ് നിങ്ങൾ രണ്ടുപേരും. ഓക്കെ, നിങ്ങൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ആളുടെ അതേ എനർജി നിങ്ങളുടെ അടുത്ത് വരും, ആൾ വലിക്കുമ്പോൾ നിങ്ങളുടെ എനർജി അതേപോലെ ആളുടെ അടുത്ത് പോകുന്നതാണ്. സോ ആ മാഗ്നറ്റിക് പുൽ ആണ് നിങ്ങൾ തമ്മിൽ ഉള്ളത്. ഓക്കെ, കാൻഡിൽ ആണ്. സോ ദാറ്റ് മീൻസ് ഡിവൈൻ എനർജീസിനൊപ്പം തന്നെ ആയിരിക്കും നിങ്ങളുടെ ലവ് എപ്പോഴും കൂടെ ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഏറെ പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ലവ് പ്രോമിസ്, നിങ്ങളുടെ ലവ് പേഴ്സൻ്റെ പ്രോമിസ് ഇതാണ്, ദാറ്റ് നിങ്ങളെ അവർ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നതാണ്. ഓക്കെ, സോ നിങ്ങളേറെ ഹാർട്ട് ബ്രേക്കിൽ പോകുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടിൽ പോകുകയാണ്. ആ ബുദ്ധിമുട്ടിൻ്റെ കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി നിങ്ങളുടെ ലവ് പേഴ്സൺ ആണെങ്കിൽ മനസ്സിലാക്കൂ, ഇത് സ്പിരിച്വലി നിങ്ങൾക്ക് അവർ തന്ന ഒരു പ്രോമിസ് ആണ്, ദാറ്റ് നിങ്ങളെ അവർ ഇൻഡിപെൻഡൻ്റ് ആക്കിയിരിക്കും. ഓക്കെ, ഒരു കോ ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നെങ്കിൽ അത് മാറ്റിയിരിക്കും. ഒരു എപ്പോഴും ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാകും, സോ ഞാൻ കെയർ ഫ്രീ ആയി നടക്കാം എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റിയിരിക്കും. എപ്പോഴും നിങ്ങളെ ഒരു കേപ്പബിൾ പേഴ്സൺ, എന്ത് വന്നാലും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആ ഒരു അതോറിറ്റി നിങ്ങളിൽ കൊണ്ടുവന്നിരിക്കും എന്നാണ് ആ ആളുടെ പ്രോമിസ്. ഓക്കെ, സോ ഇത് ഡിവൈൻലി കണക്റ്റഡ് ഒരു ഗ്രൂപ്പാണ്. മാത്രമല്ല പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉള്ള ഒരു കാർഡാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഈ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് നിങ്ങളുടെ ലവ് പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. ആൻഡ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കണക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ലെസൺ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം എനർജി അല്ല. എപ്പോഴൊക്കെ നിങ്ങൾ ഉണ്ടായിരുന്നോ, എപ്പോഴൊക്കെ ഏതൊക്കെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ ആ സമയങ്ങളിലൊക്കെ ഇതേ ട്വിൻ ഫ്ലെയിം എനർജിയിലാണ് നിങ്ങൾ നിന്നിരുന്നത്. ഓക്കെ, സോ സെയിം പ്രോസസ്സാണ് എപ്പോഴും. 4 of Wands ആണ് വന്നത്.
നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് മൂല്യം അല്ലെങ്കിൽ അമൂല്യമായിട്ടുള്ളത്, അത് ദാറ്റ് ഈസ് പ്രയോറിറ്റി എന്താണ് എന്നത് നിങ്ങളെ അറിയിച്ചിരിക്കുന്ന ഒരു ലവ് പ്രോമിസ് ആണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന്, ഓക്കെ, എന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലവ് പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത് ആൻഡ് വരാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ലവ് പാർട്ട്ണർ പ്രോമിസ് ഇതും ചെയ്യുന്നുണ്ട്, ദാറ്റ് നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ഹോം, ഒരു സ്റ്റേബിൾ ഫാമിലി ഉണ്ടായിരിക്കുന്നതാണ്. അവർ നൽകാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫ്രം ദ ഡിവൈൻ. 7 ഓഫ് സ്വോർഡ്സ് ആണ് വന്നത്. ഇന്നസെൻസ് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. പക്ഷേ ചില സമയങ്ങളിൽ ആ ഇന്നസെൻസ് ആണ് നമ്മളെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലാക്കുന്നത്. സോ ഇവിടെ നിങ്ങളുടെ ലവ് പ്രോമിസ് പറയുന്നത് ദാറ്റ് ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ടാക്ടിക്സ്, ഓക്കെ, എവിടെ എങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ എവിടെ എങ്ങനെ എന്ത് പറയണം, എന്ത് ബുദ്ധി ഉപയോഗിക്കണം, ഓക്കെ, അത് നിങ്ങളെ പഠിപ്പിച്ച് തരാനാണ് ഈ ട്വിൻ ഫ്ലെയിം എനർജി ഈ ഒരു ജീവിതത്തിൽ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഹാർഡ്ഷിപ്പ് ഏറെയുള്ള ഗ്രൂപ്പ് തന്നെയാണ്. 5 ഓഫ് വാൻഡ്സ് ജീവിതത്തിൽ എങ്ങനെ ജയിക്കണം എന്നതും നിങ്ങളെ പഠിപ്പിച്ച് തരും എന്നതാണ് ഈ ലവ് പ്രോമിസ് നിങ്ങളോട് പറയുന്നത്. ദി എംപറർ അൾട്ടിമേറ്റ്ലി നിങ്ങളെ രാജ്ഞി, രാജാവ്, ഓക്കെ, സോ ദാറ്റ് മീൻസ് നിങ്ങളെ പരിപൂർണതയിൽ ഡിവൈൻ മാസ്കുലിൻ ആൻഡ് ഡിവൈൻ ഫെമിനൈൻ എനർജിയുടെ ബാലൻസിൽ കൊണ്ടെത്തിക്കും ഈ ഒരു ലവ് പേഴ്സൺ. ഓക്കെ, ഈ ഒരു പ്രോമിസാണ് നിങ്ങളുടെ ലവ് പാർട്ട്ണർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ആൻഡ് ഇത് ഓൾറെഡി റിട്ടേൺ ആണ്, ഡെസ്റ്റൈൻഡ് ആണ്. ഓക്കെ, ഓൾറെഡി നിങ്ങൾ കോൺട്രാക്റ്റിൽ, സോൾ കോൺട്രാക്റ്റിൽ എഴുതി വെച്ച് വന്നവരാണ്. ഓക്കെ, സോ ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. പക്ഷേ ഇത് എങ്ങനെയാണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ വരുന്നത്? പ്രേക്ഷകർ ഇത് എത്രത്തോളം അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു, എത്രത്തോളം പ്രേക്ഷകർ സ്പിരിച്വലി ഡെവലപ്ഡ് ആണ്, ആൻഡ് ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുമ്പോൾ അതെന്താണ് സ്പിരിച്വലി നിങ്ങളുടെ ജീവിതത്തിൽ അലൈൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നവർക്ക് ഈ ഒരു ലൈഫ് വളരെ ഈസി ആയിരിക്കും. ആൻഡ് എത്ര നിങ്ങളുടെ ലൈഫ് ഈസി ആയിരിക്കും അത്രയും പെട്ടെന്ന് ട്വിൻ ഫ്ലെയിം എനർജി നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നതാണ്. ആൻഡ് ട്വിൻ ഫ്ലെയിം എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ, ഈ വിഷമങ്ങളെല്ലാം മാറിപ്പോകുന്നതാണ്. ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരിക്കും പിന്നെ ലൈഫിലെല്ലാം നേരിടുന്നത്. ഓക്കെ, സോ ലൈഫ് വിൽ ബി മച്ച് മോർ ഈസിയർ. ഓൾ റൈറ്റ്. പക്ഷേ എന്ത് സംഭവങ്ങൾ ലൈഫിൽ നടക്കുന്നു, അത് എന്ത് കാരണത്താലാണ് എന്ന് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നവർ, അല്ലെങ്കിൽ ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇതിങ്ങനെയായി മാറുന്നല്ലോ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന പ്രേക്ഷകർക്ക് ലൈഫ് ഡിഫിക്കൽട്ടീസ് നിറഞ്ഞിരിക്കും. എന്നാൽ നിങ്ങൾ ആ ഡിഫിക്കൽട്ടീസിലും വളരെ സ്മൂത്ത്ലി മുന്നോട്ട് പോകുന്നതാണ്. ഓക്കെ, സോ ഐ വുഡ് ടേക്ക്, ലെറ്റ്സ് സീ എന്താണ് നമ്മുടെ ഇൻറ്റ്യൂട്ടീവ് കാർഡ്സ് പറയുന്നത്. Heart contract. Your soul shares a unique contract with another. Treasure this rare connection. So again ഒരു റെയർ കണക്ഷനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ലവ് കണക്ഷൻ ഈ ഒരു ലവ് പേഴ്സണുമായിട്ട് അത് വളരെ റെയർ ആണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഈ കണക്ഷനെ ബാധിക്കുന്നില്ല. ഓക്കെ, ഈ ഒരു കണക്ഷൻ സ്ട്രോങ് കണക്ഷനാണ്, ഏറെ നാളുകൊണ്ടുള്ള കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഏതൊക്കെ പ്രേക്ഷകർ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പോകുന്നു, ഓക്കെ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് പോകുന്നു, തടസ്സങ്ങളിൽ കരകയറുന്നു, എന്നിട്ട് പോലും നിങ്ങളുടെ പാർട്ട്ണറെ വെറുക്കാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനോ നിങ്ങൾക്ക് തോന്നില്ല. നിങ്ങൾ കൂടുതൽ കൂടുതൽ ആളെ സ്നേഹിക്കുകയായിരിക്കും. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് എ റെയർ ലവിങ് കണക്ഷൻ. ഓക്കെ, സോ ഇതൊരു ലവ് പ്രോമിസ് ആണ്, ലവ് ലെറ്റർ ആണിത്. ഓക്കെ, സോ ഈ ലവ് ലെറ്റർ ആണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം, നിങ്ങളുടെ ലവ് പേഴ്സൺ നിങ്ങൾക്ക് ഈ കാർഡ്സിൽ നിന്ന് അറിയിക്കുന്നത്. ഓക്കെ, സോ സ്പിരിച്വലി കൂടുതൽ അലൈൻ ആകാൻ നോക്കൂ, സ്പിരിച്വലി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കൂ. ബിഗർ പിക്ചർ എന്താണ് അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. സോ ഇതിൽ കൂടുതൽ ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. somehow I just want to stop here. ഒരു കാർഡ് എടുക്കാം. we'll see.
ഓക്കെ, എന്താണ് ലവ് പ്രോമിസ്? ലവ് പ്രോമിസ്, ട്രാൻസ്ഫോർമേഷൻ, ബാറ്റിൽ ഓഫ് ഹെഡ് വേഴ്സസ് ഹാർട്ട്, ആൻഡ് അഗെയിൻ ഹാർട്ട് ആണ് വന്നത്. സോ നിങ്ങളുടെ ലവ് പ്രോമിസ് ഇതാണ്, ദാറ്റ് വരുന്ന എല്ലാ ട്രാൻസ്ഫോർമേഷനിലും നിങ്ങളുടെ ഹാർട്ട് പ്യൂരിഫൈ ആയിക്കൊണ്ടേയിരിക്കും. ആൻഡ് നിങ്ങൾ വളരെ വളരെ നന്മയേറിയതും സ്നേഹം നിറഞ്ഞ ഒരാളായി മാറുകയും ചെയ്യും. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ഹാർട്ടിനെ ആയിരിക്കും, നിങ്ങളുടെ ഹൃദയത്തെ ആയിരിക്കും കൂടുതൽ പരിഗണിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഈ ലെസൺസ് എല്ലാം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഏതൊരു ഡിസിഷൻ ലൈഫിൽ എടുക്കുന്നോ അത് ലവിങ് എനർജിയിലായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, സോ ലുക്ക് അറ്റ് ദ ഹാർട്ട്. ഓക്കെ, ഹാർട്ട് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഗ്രൂപ്പ് 1, ആൻഡ് ഐ റിയലി ബ്ലെസ് യു ഓൾ. ഓക്കെ, നിങ്ങൾ ഈ ലൈഫിൽ ഈ ഒരു കണക്ഷനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ആൻഡ് ഈ കണക്ഷനിലെ എല്ലാ ഒബ്സ്റ്റിക്കിൾസ് ആൻഡ് എല്ലാ ലെസൺസും പെട്ടെന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ കണക്ഷനെ സ്ട്രോങ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ക്ലെയിം ചെയ്യാം. ഐ ക്ലെയിം മൈ ട്വിൻ ഫ്ലെയിം വിത്ത് ലവിങ് എനർജി. ഓക്കെ, ഞാൻ എൻ്റെ ട്വിൻ ഫ്ലെയിമിനെ ലവിങ് എനർജിയോടെ ക്ലെയിം ചെയ്യുന്നു. ഓക്കെ, അംഗീകരിക്കുന്നു. ക്ലെയിം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നു എന്നത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ഏറെ നൽകുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗായ്സ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് ചെറിഷ്മ എന്ന കാർഡാണ്. ദാറ്റ് ഈസ് സ്നേഹം നിങ്ങളിലാണ് ഒഴുകുന്നത്. നിങ്ങൾ സ്നേഹം കൊടുക്കുന്നു ആൻഡ് അതേ തുല്യത്തിലാണ് സ്നേഹം നിങ്ങളുടെ അടുത്ത് വരുന്നത്. സോ വളരെ ലവിങ് സോൾമേറ്റ് കൈൻഡ് ഓഫ് വൈബാണ് എനിക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നത്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ലവ് പ്രോമിസ്. ദാറ്റ് ഈസ് നിങ്ങളുടെ ലവ് പാർട്ട്ണർ നിങ്ങൾക്ക് തരുന്ന പ്രോമിസ് എന്താണ്. ഓക്കെ, ഗ്രൂപ്പ് 2, 3 of Pentacles, Ace of Swords, Five of Wands, King of Wands, Knight of Swords. സോ ഗൈസ്, നിങ്ങളുടെ ലവ് പ്രോമിസ്, ദാറ്റ് ഈസ് നിങ്ങളുടെ ലവ് പാർട്ട്ണർ, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ വൈഫ്, നിങ്ങളുടെ കറൻറ്റ് ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, ഓർ നിങ്ങൾ സിംഗിൾസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പുതിയൊരാളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആളുടെ പ്രോമിസ് എന്താണ്? ആളുടെ പ്രോമിസ് ഇതാണ്, ദാറ്റ് എപ്പോഴും ആ ആൾ, നിങ്ങളുടെ ലവ് പാർട്ട്ണർ നിങ്ങൾക്ക് എപ്പോഴും റെസ്പെക്റ്റ് തന്നിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും റെസ്പെക്റ്റ് തന്നിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ആളുടെ കയ്യിൽ നിന്നുണ്ടായിരിക്കും. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് കേൾക്കാനുള്ള മനസ്സ് ആൾക്കുണ്ടായിരിക്കും. അതാണ് നിങ്ങളുടെ ലവ് പാർട്ട്ണർ നിങ്ങൾക്ക് നൽകുന്ന ലവ് പ്രോമിസ്. ഓക്കെ, ആൻഡ് നിങ്ങൾ കാണുന്ന പ്രേക്ഷകർ ഫീമെയിൽസ് ആണെങ്കിൽ അവർ നിങ്ങൾക്കൊരു ക്രൗൺ ആണ് നൽകുന്നത്. ആൻഡ് അതുപോലെ കാണുന്ന പ്രേക്ഷകർ മെയിൽസ് ആണെങ്കിൽ നിങ്ങളുടെ ലവ് പാർട്ട്ണർ നിങ്ങൾക്കൊരു ക്രൗൺ, ദാറ്റ് ഈസ് അവരുടെ ജീവിതത്തിൽ നിങ്ങളാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി. അവരുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കും എല്ലാം, അത് കഴിഞ്ഞേ ബാക്കിയുള്ളവർ വരുള്ളൂ എന്നുള്ള പ്രോമിസും കൂടിയാണ് നിങ്ങളുടെ ലവ് പാർട്ട്ണർ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ലവ് പാർട്ട്ണർ ഇതും പറയുന്നുണ്ട്, ദാറ്റ്
നിങ്ങൾക്ക് വേണ്ടി അവർ ആരോടെങ്കിലും, ദാറ്റ് ഈസ് ആർക്കെതിരെ നിൽക്കേണ്ടി വന്നാലും അവർ നിൽക്കാൻ തയ്യാറാണ്. ഓക്കെ, സോ ദേ ആർ റെഡി ടു ഫൈറ്റ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി വഴക്കിടാൻ, നിങ്ങൾക്ക് വേണ്ടി ആരെയും തടയാൻ അവർ റെഡിയാണ്. ഓക്കെ, നിങ്ങൾ ചോദിച്ചിട്ടല്ല, പക്ഷെ നിങ്ങളോട് അവർ നിങ്ങൾക്ക് തരുന്ന ലവ് പ്രോമിസ് ആണ്, നിങ്ങൾക്ക് തരുന്ന സെക്യൂരിറ്റിയാണ്. ഓക്കെ, ആൻഡ് അവരിതും പറയുന്നുണ്ട് ദാറ്റ് അവരുടെ ഡിസിഷൻസ് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻസ് ആയിരിക്കും, ആൻഡ് നിങ്ങളുടെ ഡിസിഷൻസും ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് പ്രേക്ഷകരുടെ ഡിസിഷനിൽ അവർ ഇടപെടാൻ ശ്രമിക്കില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പോൾ പ്രേക്ഷകർക്കൊരു ഡിസിഷൻ എടുക്കണം ആൻഡ് അത് അവരുടെ ഡിസിഷനിൽ നിന്ന് വ്യത്യാസമാണെങ്കിൽ അവർ ഫോഴ്സ് ചെയ്യില്ല നിങ്ങളോട് നിങ്ങളുടെ ഡിസിഷൻ മാറ്റാൻ. ഓക്കെ, അവരെപ്പോഴും നിങ്ങളെ ഒരു ഇൻഡിപെൻഡൻറ്റ് സോൾ ആയിട്ട് തന്നെയായിരിക്കും കാണുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് സ്വേർഡ് ആണ് പറയുന്നത്. സോ അവർ പറയുന്നത് ദാറ്റ് ഇഫ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏതറ്റത്ത് പോകണമെങ്കിലും ദേ ആർ റെഡി ടു ലീവ് യു ഫോർ ദാറ്റ്. ദാറ്റ് ഈസ് ലീവ് യു ഇൻ ദ സെൻസ് നിങ്ങളെ വിടുന്നു എന്നതല്ല, ബട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവരൊരു തടസ്സമായി നിൽക്കില്ല. ഓക്കെ, അവരെപ്പോഴും നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് മാത്രമേ നിൽക്കുള്ളൂ. ആൻഡ് ആ ഈവൻ ദോ നിങ്ങൾ അവരെക്കാട്ടി ഉയർന്നു പോയാലും അവരതിലൊരു തടസ്സം ആയി വരില്ല. അതാണ് ഈ ലവ് പ്രോമിസ് നിങ്ങൾക്ക് നൽകുന്നത്. സോ ഡെഫിനറ്റ്ലി ഒരു സോൾമേറ്റ് വൈബ്സ് ആണ്, അണ്ടർസ്റ്റാൻഡിങ് പാർട്ട്ണറാണ്, ഏറെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ലവ് പാർട്ട്ണർ. ഓസം. So beautiful, beautiful message. So let's see. Love promise. 2 of Pentacles. Queen of Sword. King of Sword. Ten of Wands, and I'll take this one also, the Emperor. Okay, so നിങ്ങളുടെ ലവ് പാർട്ട്ണർ നിങ്ങളോട് പറയുന്നത് ദാറ്റ് നിങ്ങൾ സാമ്പത്തികമായിട്ട്, ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടെങ്കിൽ അത് അവരെപ്പോഴും നിങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്നതാണ്. നിങ്ങൾക്കൊരു ഫ്രീഡമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ ഫ്രീഡമാണ്, നിങ്ങളുടെ പേഴ്സണൽ ഡിസിഷൻ എടുക്കാൻ ഫ്രീഡമാണ്, നിങ്ങളുടെ ധാരണകൾ വ്യക്തമായി പറയാനുള്ള ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ. ഓക്കെ, ആൻഡ് അത് ഏതറ്റം വരെ പോകാനും നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസ്, ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ തേടി പിടിക്കാൻ ഏതറ്റം വരെ പോകണം എന്നുണ്ടെങ്കിലും അവരൊരിക്കലും അതിനെ തടയിടില്ല. ഓക്കെ, അവരെപ്പോഴും നിങ്ങൾക്ക് ബാക്കിൽ നിന്ന്, ദാറ്റ് ഈസ് ഒരു സപ്പോർട്ട്, ഓക്കെ, കണ്ടോ കാണാതെയുള്ള ഒരു സപ്പോർട്ടായിട്ട് എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. അവർ പറയുന്നത് നിങ്ങൾ ഏത് എനർജിയിലാണോ അതേ എനർജിയിൽ അവർ നിൽക്കും. ഓക്കെ, നിങ്ങൾ ഒരു പട നെയ്ക്കുന്ന പോലെ ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങളുടെ ജോലികൾ തീർക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, നിങ്ങളുടെ ബിസിനസ് ഉയർച്ചയിൽ കൊണ്ടുവരിക, നിങ്ങളുടെ കരിയർ പ്രൊമോഷനിലേക്ക് പോകുക, അതിനുള്ള വർക്ക് ചെയ്യുക. ഓക്കെ, എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതേ എനർജിയിലൊപ്പം അവരും എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഓക്കെ, സോ ക്വീൻ ഓഫ് സോർഡ് ബേസിക്കലി അഗ്രസീവ്നെസ് ആണ്. അഗ്രസീവ്നെസ് ഇൻ ദ സെൻസ് ദേഷ്യമുണ്ടാകുക, അല്ലെങ്കിൽ എന്തും നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം, അതേ ആഗ്രഹത്തിലായിരിക്കും നിങ്ങളുടെ ലവ് പാർട്ട്ണർ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നത്. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, രണ്ടുപേരും അവരവരുടെ ജീവിതം ജീവിക്കുകയും എന്നാൽ ഒന്നിച്ചൊരു പാർട്ട്ണറെ പോലെ ജീവിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, 10 of Wandsൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ റെഡിയാണ് നിങ്ങളുടെ ലൈഫിലെ ട്രബിൾസ് എടുക്കാൻ. ഓക്കെ, അവർ റെഡിയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യാൻ. അവർ റെഡിയാണ് നിങ്ങൾക്കൊപ്പം, ഓക്കെ, നടക്കേണ്ടി വന്നാൽ ദൂരേന്ന് സപ്പോർട്ട് ചെയ്യണം. ആൻഡ് നിങ്ങൾക്കൊപ്പം, ദാറ്റ് മീൻസ് നിങ്ങൾ പ്രേക്ഷകർ പറയാണ് എൻ്റെ ഒപ്പം വേണ്ട, ദൂരെ നിന്നാൽ മതി എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ദൂരെ നിന്ന് നോക്കിയാൽ മതി, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തെടുത്തോട്ടെ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ദേ ആർ റെഡി ടു ഡു ദാറ്റ് ഈവൻ. ഓക്കെ, സോ അവർ നിങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങളുടെ എല്ലാ
ദുരിതങ്ങളെയും ഏറ്റെടുക്കാൻ റെഡി ആണ്. ദി എംപറർ ആണ്. അവർ പറയുന്നത് ദാറ്റ് ഈസ് അവരെപ്പോഴും നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡായിട്ടായിരിക്കും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുക. ഓക്കെ, നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ഒരു പ്രൊട്ടക്ഷൻ അവരിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അവരിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ കാർഡ്, ബ്യൂട്ടിഫുൾ മെസ്സേജസ്, ബ്യൂട്ടിഫുൾ പൈൽ. സോ ഐ ആം സോ ഹാപ്പി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലൈഫ് പാർട്ട്ണറാണ് കിട്ടിയിരിക്കുന്നത്. അതല്ല, നിങ്ങൾ തേടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു ലൈഫ് പാർട്ട്ണർ ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. വന്നു കഴിയുമ്പോൾ എനിക്ക് പേഴ്സണലി എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഡെഫിനറ്റ്ലി ഇടുക, ആൻഡ് അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഡെഫിനറ്റ്ലി മെസ്സേജ് ഇടുക. ഓൾ റൈറ്റ്, സോ ലെറ്റ്സ് സീ ലവ് മെസ്സേജ്, ലവ് പ്രോമിസ് എന്താണ്? Universal harmony. When you find harmony within, the universe resonates with you, creating miraculous calm and peace, balance, peace, resonance. ഈ ഒരു ലവ് പാർട്ട്ണർ പ്രേക്ഷകരുടെ ജീവിതത്തിൽ ബാലൻസ് ആണ് കൊണ്ടുവരുന്നത്, പീസ് ആണ് കൊണ്ടുവരുന്നത്, സമാധാനമാണ് കൊണ്ടുവരുന്നത്. ദാറ്റ് ഈസ് എത്ര ഹെക്ടിക് ആയിട്ടുള്ള സ്കെഡ്യൂളാണെങ്കിലും, എത്ര വർക്കുണ്ടെങ്കിലും, എത്ര ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകളിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകില്ല, ടെൻഷൻ ഉണ്ടാകില്ല, സ്ട്രെസ് ഉണ്ടാകില്ല. ബിക്കോസ് ആ ഒരു കാംനെസ് ദാറ്റ് യെസ് എനിക്ക് സപ്പോർട്ടുണ്ട്, ഓക്കെ, ആ ഒരു തുണയുണ്ട് എന്നുള്ള ഒരു ഭാവം പ്രേക്ഷകരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അതുപോലത്തെ ബ്യൂട്ടിഫുൾ കണക്ഷനാണ്. ലോർഡ് ഗണേശ പ്രസൻസ് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, സോ ഈ ഗ്രൂപ്പിലുള്ള പ്രേക്ഷകർക്ക് ലോർഡ് ഗണേശ പ്രസൻസ് ഉണ്ട്, മൈൽഡ് പ്രസൻസും ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ ലോർഡ് വേൽമുരുകനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലോ ലോർഡ് ഗണേശെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിൽ ഒബ്സ്റ്റക്കിൾസിനെ മാറ്റുന്ന ഡിവൈനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ അവരുടെ പ്രസൻസ് ഈ ഗ്രൂപ്പിലുണ്ട്. ഓക്കെ, ആൻഡ് നൗ ഐ വിൽ സീ വൺ മോർ കാർഡ്. ഓക്കെ, ലവ് മെസ്സേജ്, ലവ് പ്രോമിസ് എന്താണ് ഗ്രൂപ്പ് ടു പ്രേക്ഷകർക്ക്? ലവ് പ്രോമിസ്, സ്പിരിച്വൽ അവേക്കനിങ്, ഷിഫ്റ്റ് ഓർ ബി ഷിഫ്റ്റഡ്. സോ ഈ ഒരു പ്രേക്ഷകർക്ക് ലവിങ് എനർജിയിലാണ് ഷിഫ്റ്റ് നടക്കുന്നത്. ഓക്കെ, സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ട്, പക്ഷേ ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകരുടെ സ്പിരിച്വൽ അവേക്കനിങ് ഒരു വ്യത്യാസമുള്ള അവേക്കനിങ് ആയിരിക്കും. ദാറ്റ് ഈസ് ഏതൊരു സ്പിരിച്വൽ അവേക്കനിങ്ങിലും നിങ്ങൾക്ക് സ്നേഹം, സന്തോഷം, ആത്മാർത്ഥത ഇതൊക്കെ ലഭിക്കുന്നതാണ്. ഓക്കെ, ബാക്കി യൂഷ്വലി സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുമ്പോൾ ഏറെ ബുദ്ധിമുട്ട്, ഒറ്റപ്പെടൽ, ഒരാളുടെ സഹായം പോലും ഇല്ല, ആ ഒരു രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർ നിങ്ങൾ ശ്രദ്ധിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ സമയത്തും നിങ്ങളെ ഒന്ന് താങ്ങാൻ ഒരാളുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് അയക്കാൻ ഒരാളുണ്ടാകും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നിങ്ങൾക്കൊരു ഇത്രയും മോട്ടിവേഷൻ തരാൻ നിങ്ങളെ അറിയാത്ത ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് കുറച്ച് നേരം ഇരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും. ഓക്കെ, അങ്ങനത്തെ ഗ്രൂപ്പ് ആണ് നിങ്ങളെങ്കിൽ, ഓക്കെ, ഇതാണ് നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ്. 22 എന്ന നമ്പർ നിങ്ങൾ പലപ്പോഴും കാണുന്നതായിരിക്കും. 22 തന്നെ അതിൻ്റെ അർത്ഥം തന്നെ ഡിവൈൻ പീസ് ആൻഡ് ഹാർമണി എന്നാണ്. ഓക്കെ, ശിവ എനർജിയാണ്, ശിവപാർവതി എനർജിയാണ് 22 എന്ന് പറയുന്നത്. ഷിഫ്റ്റ് ഓർ ബി ഷിഫ്റ്റഡ് ആണ്, ദാറ്റ് ഈസ് വിത്ത് ലവിങ് എനർജി. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏറെ ഷേപ്സ് കൊണ്ടുവരുന്നതാണ്, നിങ്ങളുടെയും നിങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ ഷിഫ്റ്റ് കൊണ്ടുവരുന്നതാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ കാർഡ്. സ്റ്റാർ എനർജിയാണ്, ശ്രീചക്ര എനർജിയാണ്, ഓക്കെ, മാത്ര എനർജിയാണ്. മാത്ര ഇൻ ദ സെൻസ് ദേവി എനർജിയാണ് കൂടുതലും ഇതിനകത്ത് അനുഭവപ്പെടുന്നത്. ഓക്കെ, സോ that's such a beautiful group. God bless you all. നിങ്ങളുടെ ലവ് പ്രോമിസ് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ വരട്ടെ. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ടാകട്ടെ. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു റീഡിംഗ് ഡെഫിനറ്റ്ലി കമൻറ്റ് സെക്ഷനിൽ ക്ലെയിം ചെയ്യുക. ഞാൻ എൻ്റെ ലവിങ് എനർജിയെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ എൻ്റെ ലവിങ് എനർജിയെ അംഗീകരിക്കുന്നു, ആൻഡ് മറ്റൊരാളുടെ ലവിങ് എനർജി എന്നിൽ വരുന്നുണ്ടെങ്കിൽ അതും ഞാൻ അംഗീകരിക്കുന്നു. ഓക്കെ, അത് നിങ്ങൾ ക്ലെയിം ചെയ്യുക.
മാക്സിമം ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.